നമസ്കാരം. ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചുകൊണ്ട് മാസ് ഡയലോഗ് അടിച്ചു പോയ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമുക്കറിയാം. കാരണം ഒരു മാധ്യമപ്രവർത്തകയായ സ്ത്രീയുമായി പരിചയത്തിലാവുകയും തുടർന്ന് അവരുമായുള്ള ബന്ധം വഴിവിട്ട ബന്ധത്തിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ വഴിവിട്ടു പോയ ആ ബന്ധത്തിൽ ഒടുവിൽ അവര് ഗർഭവതിയാകുന്നു. തുടർന്നിട്ട് അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ വാർത്തകൾ ഇങ്ങനെ കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്നും അലയടിച്ച് വന്നപ്പോൾ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കായിരുന്നു ഹൂ കെയേഴ്സ്. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? കാരണം ഇതിലൊക്കെ തന്റെ കൈകൾ സംശുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ വലിയ ബെഡായി വാചകങ്ങളൊക്കെ അടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോൾ അറിഞ്ഞില്ല എവിടെയൊക്കെയോ ഒരു പിടിവെള്ളി കിടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നീചനായ ഒരു ജനപ്രതിനിധിയുടെ, ഒരു രാഷ്ട്രീയക്കാരന്റെ യഥാർത്ഥ മുഖം മൂടിയാണ് സത്യത്തിൽ ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ MLA, പാലക്കാടിന്റെ സ്വന്തം MLA, ഈ പറയുന്ന പോലെ ഇതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നീ പദവികളിൽ ഇങ്ങനെ വിഹരിച്ചു നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിലേക്ക് വന്ന ഇടുത്തി തന്നെയാണ് ഈ പറയുന്ന ശബ്ദ സന്ദേശത്തിന്റെ വിശദാംശങ്ങൾ. അതായത് രണ്ടുപേർ തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണം, ആ പെൺകുട്ടിയും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവും തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണം, അതിന്റെ വിശദമായ വിവരങ്ങൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, ആ കുട്ടിയെ തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ എന്ന് ചോദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, നീ അതിന്റെ അച്ഛനാരെന്ന് ചോദിച്ചാൽ നീ ആരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും? അപ്പോൾ ആ കുട്ടി പറയുന്ന മറുപടി തന്നെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്റെ കാര്യം എന്താവും എന്ന് വളരെ ആശങ്കയോടുകൂടി ചോദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇങ്ങനെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഈ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി നടന്നു പോകുന്ന വഴികളുണ്ട്. അത് അതിഭീകരമായ വഴികളാണ് നമുക്കറിയാം. കാരണം ഒരു ഭാഗത്ത് ഇതിനു മുൻപ് തന്നെ നിരവധി പീഡന പരാതികൾ എന്ന് വെച്ചാൽ ഹൈക്കമാൻഡിന് ഇരിക്കപ്പുറതിയില്ലാത്ത തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള പരാതികൾ അവിടേക്ക് എത്തുന്നത്. മിനിമം ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നെങ്കിലും നീക്കം ചെയ്യണം. കാരണം വേറൊന്നുമല്ല, ആ സംസ്ഥാന അധ്യക്ഷനായത് തന്നെ റൂൾ ഔട്ടാണ്. അതായത് നിയമപരമായിട്ടേ അല്ല. ഇവിടെ വ്യാജ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വ്യാജ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ലേബലും പേറിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ നേതാവ് യൂത്ത് കോൺഗ്രസിനെ മുഴുവൻ കൈവെള്ളയിൽ വെച്ച് കൊണ്ടു നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം എന്തൊക്കെ പ്രതിസന്ധികളാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായത് ഈ ഒറ്റ വ്യക്തി കാരണം. ഈ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് പിരിച്ച ഫണ്ട് മുഴുവൻ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ആ ഫണ്ട് ആര് കൊണ്ടുപോയി? ഇതിനിടെ പറഞ്ഞു, കഴിഞ്ഞ ജൂലൈ മാസം അവസാനത്തിലോടുകൂടി രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിലേക്ക് വരും. കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പോയ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളുടെ ശിലാസ്ഥാപനം നടത്തും. അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് യൂത്ത് കോൺഗ്രസിന്റെ വീടുകളും ഇവിടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ താളിത്തറ കഴിഞ്ഞിട്ടും ഓഗസ്റ്റ് മാസം ഇന്ന് 21-ാം തീയതി എത്തി എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടും കണ്ടില്ല, രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവും തറക്കല്ലടിയിലും ഒന്നും കണ്ടിട്ടില്ല. ഇത്രയും മോശപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരു നേതാവ്. ഇപ്പോൾ നമുക്കറിയാം, ഇതങ്ങോട്ട് കഴിഞ്ഞ പാടെ ഇതിന്റെ അലയൊലികൾ ഒന്നും അടങ്ങി, അതായത് ഈ വനിതാ മാധ്യമ പ്രവർത്തകയുമായി നടത്തിയ ഈ ഒരു അവിഹിത ബന്ധത്തിന്റെ ചുരുളുകൾ പുറത്തേക്കെത്തി അതിന്റെ അലയൊലികൾ കെട്ടടങ്ങും മുൻപ് തന്നെ ഇതാ അടുത്ത വന്ന് വീണിരിക്കുന്നു. റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ, ഒരു യുവതിയുടെ അടുത്ത വെളിപ്പെടുത്തൽ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും വെളുപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് സൈബർ കൊങ്ങിക്കൂട്ടങ്ങൾ റെഡിയായി കഴിഞ്ഞു. അവരിങ്ങനെ വെളുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് തന്നെയല്ലേ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ചെയ്തത്. അപ്പോഴും നമ്മൾ പറഞ്ഞു, ഉമ്മൻചാണ്ടി വേറെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ. ഇതിന്റെ രണ്ടിന്റെ, അതായത് ഉമ്മൻചാണ്ടിക്കെതിരായി ഉണ്ടായ ആരോപണത്തിന്റെ യഥാർത്ഥ ഉറവിടം കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് നെഞ്ചിൽ കൈവച്ച് തന്നെ പറയാം. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ കുടുക്കിയത്. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് നിഷേധിക്കുന്നത് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ? ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ നിന്ന് നേരെ പറഞ്ഞ് ഈ നേമത്ത് കൊണ്ട് തോൽപ്പിക്കാൻ വിടുന്ന അവസ്ഥ വരെ കോൺഗ്രസ്സുകാർ കൊണ്ടെത്തിച്ചില്ലേ? അതിനുശേഷമുള്ള ഉമ്മൻചാണ്ടിയുടെ അതോടുകൂടി സ്വന്തം പാർട്ടിക്കാര് കാലുവാരിയെന്ന് ഉമ്മൻചാണ്ടിക്ക് ബോധ്യപ്പെട്ടു. അവസാന നിമിഷത്തിലെല്ലാം അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായ കാര്യം അതായിരുന്നു. അപ്പോഴും കോൺഗ്രസ്സുകാർ തന്നെയാണ് ഉമ്മൻചാണ്ടിക്കിട്ട് പാലം വലിച്ചത്. എന്നിട്ട് ഈ രീതിയിലാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി വേറെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ. ഈ രാജി വെച്ചത് തന്നെ നല്ല കാര്യമാണ്.
നല്ല കാര്യമൊന്നല്ല. അത് അർഹതയില്ലാത്ത ഒരു പദവിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് ഇത്ര കാലം കടിച്ചു തൂങ്ങിക്കിടന്നത്. വ്യാജ ID കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് വോട്ടർമാരെ ചേർത്തുകൊണ്ട് ഇവിടെ നടത്തിയ കള്ളക്കളി, ആ കള്ളക്കളിയിലൂടെ അധികാരത്തിലേക്ക് എത്തുക, സംസ്ഥാന അധ്യക്ഷനായി താനാണ് എല്ലാത്തിന്റെയും അധികാരി എന്നുള്ള നിലയിലേക്ക് എത്തുക, MLA സ്ഥാനം കൂടി രാജിവെക്കണം, എങ്കിലേ അതിനൊരു ഒരു ധാർമ്മികതയുണ്ടാവും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ പെൺകുട്ടി കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പാണ് സംഭവമാണിത്. ഈ പെൺകുട്ടി ഇപ്പോ പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് VD സതീശനെ കുറിച്ച് VD സതീശൻ വലിയവായി പറയുന്നത് കേട്ടു. ആ കുട്ടി എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചില്ലേ, മാധ്യമപ്രവർത്തകരോടാണ്. അപ്പൊ ആ പെൺകുട്ടി പറയുന്നത്, എനിക്ക് VD സതീശൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അതിൽ ആത്മാഭിമാനം കൊള്ളുന്ന VD സതീശൻ എന്തെങ്കിലും ഒരു നടപടി ഇന്നേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചോ? അന്ന് നിലമ്പൂര് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് ധിക്കരിച്ച് നിലമ്പൂരിൽ പാതിരാത്രിയിൽ PV അൻവറിന്റെ വീട്ടിലേക്ക് യാത്ര നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? എന്റെ സ്വന്തം അനുജനെ പോലെയാണ്, ഞാൻ അവനെ ശാസിക്കും എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങനെ വരെ അധികാരം ഉണ്ടായിരുന്ന ഈ VD സതീശൻ കമ എന്നൊരു അക്ഷരം ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് മിണ്ടിയോ? ഇല്ല. അപ്പൊ എല്ലാവരും കൂടി ചേർന്നുള്ള ഒത്തുകളിയാണ്. അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത്തരക്കാർക്ക് വേണ്ടി നമ്മൾ ഭരണം മാറ്റി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ അറിയാം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായി ഇരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ടുകൾ എവിടെ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ആ ഫണ്ട് ഏത് വായിൽ ആർക്കാണ് പോയത്? പാവപ്പെട്ട വയനാട്ടിലുള്ള ഒരു പറ്റം ജനങ്ങൾക്ക് അവർക്ക് വീട് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി, അവർക്ക് ഒരു ഇരിപ്പിടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ വീട് ഇപ്പോ അല്ലെങ്കിൽ അതിനു വേണ്ടി പിരിച്ച് ഈ കേരളം ഒട്ടുക്ക് പിരിച്ചെടുത്ത പണം എവിടെ പോയി എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു. രാജിവെച്ചതൊക്കെ ധാർമ്മികതയാണെന്നൊക്കെ ഇപ്പൊ പറയാം, പക്ഷെ അങ്ങേയറ്റത്തെ കൊള്ളരുതായ്മ കാണിച്ചിട്ടാണ് ഈ ധാർമ്മികത എന്നുള്ള ഒറ്റ വാക്കിൽ കൊണ്ട് കെട്ടാൻ അദ്ദേഹം ശ്രമിക്കുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ട് ഹൂ കെയർസ് എന്ന് ചോദിച്ചിട്ട് എന്തിനാണ് ഇപ്പൊ കെയർ ചെയ്തത്? ഇപ്പോ അതുകൊണ്ടാണല്ലോ രാജിവെക്കേണ്ടി വന്നത്. ഇതിനെക്കുറിച്ച് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന ഇത്രയും മ്ലേച്ഛമായ ഒരു രീതിയിലാണ് ആ പെൺകുട്ടിയോട് സംസാരിച്ചത്, ആ മാധ്യമപ്രവർത്തകയോട് സംസാരിച്ചത്. അപ്പോ ഇതില് ഈ പറയുന്ന പോലെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇതിന്റെ പേരിൽ ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിച്ചു. ഈ പറയുന്നവരെ പാലക്കാട് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി നമുക്ക് വഴിയേ അറിയാം. അവിടെയും ഇനി എന്തൊക്കെ സംഭവങ്ങൾ നടത്തിക്കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഇനി 2 പേരാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി എത്ര പേർ പുറത്തേക്ക് വരുമെന്ന് ഇനി വഴിയെ കണ്ടറിയേണ്ടതുണ്ട്. ഈ പറയുന്ന പോലെ ഇനിയും അവിടുത്തെ വിജയം കഴിഞ്ഞപാടെ അവിടുത്തെ അതായത് BJP-ക്കാര്, പാലക്കാട്ടെ BJP നേതാക്കൾ പറയുന്ന പോലെ വിജയാഘോഷിക്കാനായി ആർക്കൊപ്പം എവിടേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്, സഭയിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെ പോയി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും അന്വേഷണം വേണം. സത്യത്തിൽ വളരെ കാര്യക്ഷമമായ ഒരു അന്വേഷണമാണ് ഇതിനകത്ത് വേണ്ടത്. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇങ്ങനെ ഒരാൾ യൂത്ത് കോൺഗ്രസിലോ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു തീരുമാനമാണ് ഇനി വേണ്ടത്. കാര്യം ഇത്രത്തോളം നാണം കെട്ട് നാറി നിൽക്കുന്ന ഒരു നേതാവ് ഒരുപക്ഷെ മറ്റൊരു പാർട്ടിയിലും ഈ പറയുന്ന BJP-യിൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. BJP-യിൽ ആകപ്പാടെ കള്ളപ്പണ വെട്ടിയിട്ട് മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ള കേസുകൾ. വലിയ കേസുകളൊക്കെ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ പുതിയൊരു നിയമനിർമ്മാണത്തിലേക്കൊക്കെ അമിത്ഷാ തന്നെ പോയത്. നിയമ ഭേദഗതിയൊക്കെ വരുത്താൻ അമിത്ഷാ പോയതിന്റെ പിന്നിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ചില കുൽസിത പ്രവൃത്തികളൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയും കാലം VD സതീശൻ ശ്രമിച്ചു. അതിനിയും വിലപ്പോകില്ല. കാര്യം ഇങ്ങനെയൊരു ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടി ഇതിനുള്ളിൽ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് അത്യധികം വൃത്തിഹീനനായ, അല്ലാന്നുണ്ടെങ്കിൽ സദാചാര ബോധമോ സദാചാര മൂല്യമോ കാത്തു സൂക്ഷിക്കാത്ത ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരുപക്ഷെ VD സതീശന്റെ സമ്മർദ്ദ ഫലമായിട്ടായിരിക്കും ഇത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഓരോ മണ്ഡലം കമ്മിറ്റികളും അന്വേഷിക്കേണ്ടതുണ്ട്. കാര്യം പണം പിരിച്ചെടുത്തതും ജനങ്ങൾക്ക് മുന്നിൽ നിന്നതും ഓരോ മണ്ഡലം കമ്മിറ്റിയിലെയും ഈ 140 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകരാണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പം ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഇനി ഇതിനകത്ത് ഫണ്ട് എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 140 നിയോജകം മണ്ഡലം കമ്മിറ്റിയിലുള്ള എല്ലാ പ്രവർത്തകർക്കും അതിലൊരു വലിയ പേരുദോഷം ഉണ്ടാകും. ആ പേരുദോഷം തീർക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.